LP UP CATET Education and Child Psychology Model Questions 351 to 360. First one, ബഹുഘടക സിദ്ധാന്തം മൾട്ടി ഫാക്ടർ തിയറി അവതരിപ്പിച്ചത് തൊണ്ടൈക്ക്. സെക്കൻഡ് വൺ, വ്യക്തികളെ അവരുടെ ബുദ്ധിമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത് ടെർമാൻ. തേർഡ് വൺ, ബുദ്ധിയുടെ ത്രിമാന മാതൃക 3-dimensional മോഡൽ ഓഫ് ഇന്റലിജൻസ് ആരുടേതാണ്? ഗിൽഫോർഡ്. ഫോർത്ത് വൺ, IQ 70-ൽ താഴെയുള്ളവരെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ മന്ദബുദ്ധി, ഓപ്ഷൻ ബി മൂഢബുദ്ധി, ഓപ്ഷൻ സി ക്ഷീണബുദ്ധി, ഓപ്ഷൻ ഡി ജഡബുദ്ധി. അപ്പൊ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്റലിജൻസ് നോക്കാം. ടെർമാൻ ആണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 140-ന് മുകളിൽ പ്രതിഭാശാലി, 120 തൊട്ട് 139 വരെ അതിബുദ്ധിമാൻ, 110 തൊട്ട് 119 വരെ ബുദ്ധിമാൻ, 90 തൊട്ട് 109 വരെ ശരാശരി, 80 തൊട്ട് 89 വരെ ഡൾ ബുദ്ധി കുറഞ്ഞവർ, 70 തൊട്ട് 79 വരെ ബോർഡർ ലൈൻ അതിർ രേഖയിലുള്ളവർ, 70-ന് താഴെ മന്ദബുദ്ധി. അപ്പൊ നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി. 70-ൽ താഴെയുള്ളവര് ഓപ്ഷൻ എ മന്ദബുദ്ധിയാണ്. 50 തൊട്ട് 69 വരെ മൂഢബുദ്ധി, 25 തൊട്ട് 49 വരെ ക്ഷീണബുദ്ധി, 25-ൽ കുറവ് ജഡബുദ്ധി. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ഉറപ്പായിട്ടും പഠിക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫിഫ്ത് വൺ, ഭാഷാ ആഗിരണ സംവിധാനം ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ലാഡ് ആരുടെ ആശയമാണ്? നോം ചോംസ്കി. സിക്സ്ത് വൺ, ഗ്രൂപ്പ് ഫാക്ടർ തിയറിയുടെ വക്താവ് ആര്? തേഴ്സ്റ്റൺ. സെവൻത് വൺ, പ്രകടനപര ബുദ്ധിമാപിനി ഏറ്റവും അനുയോജ്യമായത്? ഓപ്ഷൻ എ ബധിരമൂക കുട്ടികൾക്ക്, ഓപ്ഷൻ ബി പിന്നോക്കക്കാരായ കുട്ടികൾക്ക്, ഓപ്ഷൻ സി ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക്, ഓപ്ഷൻ ഡി പ്രതിഭാധനരായ കുട്ടികൾക്ക്. ആൻസർ ഈസ് എ ബധിരമൂക കുട്ടികൾക്ക്. എയ്ത്ത് വൺ, പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവൽക്കരിച്ച ഒരു ആശയത്തിൽ എത്തുന്നു. ഇത്തരം യുക്തിചിന്തയെ വിശേഷിപ്പിക്കാവുന്നത്? ഓപ്ഷൻ എ നിഗമന ചിന്ത, ഓപ്ഷൻ ബി ആഗമന ചിന്ത, ഓപ്ഷൻ സി ആഗമന നിഗമന ചിന്ത, ഓപ്ഷൻ ഡി അയുക്ത ചിന്ത. ആൻസർ ഈസ് ബി ആഗമന ചിന്ത. എന്താണ് ആഗമന ചിന്ത? നിരവധി ഉദാഹരണങ്ങൾ വിശകലനം ചെയ്ത് പൊതുതത്വം രൂപീകരിക്കുന്ന രീതിയാണ് ആഗമന ചിന്ത. നയൻത് വൺ, വിവിധ ആശയങ്ങൾ ചേർത്ത് വെച്ച് പുതിയ രീതിയിൽ പ്രശ്നപരിഹരണം നടത്തുന്ന പ്രക്രിയയ്ക്ക് പറയാവുന്നത്? ഓപ്ഷൻ എ ഹ്യൂറിസ്റ്റിക്, ഓപ്ഷൻ ബി സർഗാത്മകത, ഓപ്ഷൻ സി അൽഗോരിതം, ഓപ്ഷൻ ഡി മാർഗവും ലക്ഷ്യവും വിശകലനം ചെയ്യൽ. ആൻസർ ഈസ് ബി സർഗാത്മകത. ടെൻത്ത് വൺ, താഴെ പറയുന്നവയിൽ വ്യക്തിയാന്തര ബുദ്ധിയിൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് പെടാത്തത് ഏത്? ഓപ്ഷൻ എ തന്നെ കുറിച്ചുള്ള ബോധം, ഓപ്ഷൻ ബി മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, ഓപ്ഷൻ സി അന്യരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൽ, ഓപ്ഷൻ ഡി സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കൽ. എന്താണ് വ്യക്തിയാന്തര ബുദ്ധി? മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവാണ് വ്യക്തിയാന്തര ബുദ്ധി. അപ്പോ ഓപ്ഷൻ ബി മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, ഓപ്ഷൻ സി അന്യരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൽ, ഓപ്ഷൻ ഡി സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കൽ. ഇത് മൂന്നും എന്താണ്? വ്യക്തിയാന്തര ബുദ്ധിയിൽ പെടുന്നതാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് വേറിട്ട് നിൽക്കുന്നത്, തന്നെ കുറിച്ചുള്ള ബോധം. അതെന്താണ്? ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്.